ചിലപ്പോൾ ജീവൻ ഉണ്ടാവും. ഫോട്ടോയില് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കാനേ. ഏതാണെന്ന് പോലും ഞാനിപ്പോ ഓർക്കുന്നു. ഏതായിരുന്നു? വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ ബോറടിക്കുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ബീച്ചാണ് കേട്ടോ. കൂടെ എൻ്റെ പ്രിയപ്പെട്ട അച്ഛനും ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഭയങ്കര മൃഗസ്നേഹിയായിരിക്കും അല്ലേ? അതേപോലെ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ മൃഗസ്നേഹിയായിട്ടുള്ള ഒരാളാണ് കേട്ടോ അച്ഛനെ. ഭക്ഷണം കൊടുത്തിട്ടുള്ള നന്ദിയായിരിക്കണം മീറ്റിങ്ങിൽ കാണിച്ചിട്ടുണ്ടാവുക. അച്ഛനെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാലെന്തോ വയ്യാതിരിക്കുന്ന കാരണം പിന്നെ അപ്പുറത്തേക്ക് ഓടി പോയിട്ടുണ്ട്. അവിടെ ചെന്ന് കുറച്ച് നേരമായി കുശലം പറയാൻ തുടങ്ങിയിട്ട്. വേറൊന്നുമല്ല, എൻ്റെ ഹെൽത്ത് വൈസ് റിലേറ്റഡും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡും ഒക്കെ ആയിട്ട് വർത്താനം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമുക്കുള്ള ചായ നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്ഥിരം സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന സമയത്ത് നമുക്കിവിടെ ചായ ഓൾറെഡി റെഡിയാണ് കേട്ടോ. എപ്രാവശ്യം പോലെ തന്നെ ഇപ്രാവശ്യം ഞാനിതേ നമ്മുടെ ഏത്തക്കപ്പൊരിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെറിയ വെയിലൊക്കെ കൊണ്ട് ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വരുന്ന ഈ ചേച്ചിയാണ് കേട്ടോ നമുക്ക് ചായ ഇട്ട് തന്നിട്ടുള്ളത്. ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതായതുകൊണ്ട് തന്നെ ഞാൻ ചായ കുടിക്കുന്നത് ഇളം വെയിൽ കൊണ്ടുകൊണ്ടാണ് കേട്ടോ. അച്ഛന് പണ്ട് ഈ എണ്ണക്കടികളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അച്ഛന് എണ്ണക്കടിയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചായ അത് അച്ഛന് ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു മുറുക്കാനില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അച്ഛൻ്റെ മുറുക്കാനാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അച്ഛൻ മുറുക്കാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരുപാട് അപ്പുറത്തിപ്പുറത്തൊക്കെ ആൾക്കാർ വരുന്ന ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള പോലത്തെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളും അതേപോലെ പല കളറിൽ ബബിൾസ് ഉണ്ടാക്കി കളിക്കാനുള്ള ഇതുപോലത്തെ കളിപ്പാട്ടങ്ങളും പമ്പരങ്ങളും ഒക്കെ ഇവിടെ നല്ല രസമാണ് കേട്ടോ. കാറ്റ് വീശുന്നതിനനുസരിച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു കറക്കം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരുപാട് ഫോറിനേഴ്സ് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മുടെ മാരാരിക്കുളം ബീച്ച്. സാറ്റർഡേ സൺഡേ ആണ് കൂടുതൽ ആൾക്കാർ ഇവിടെ കാണാറുള്ളതെങ്കിൽ പോലും വൈകുന്നേരം സമയമാകുമ്പോൾ ഫോറിനേഴ്സ് വെയിൽ കൊള്ളാൻ വേണ്ടി ഇവിടെ പുറത്തിരിക്കാറുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയുള്ള കസേരയാണ് ദിവൻ പുറത്തേക്ക് ഇടാൻ വേണ്ടി പോകുന്നത്. വെയിൽ വാങ്ങി സൂര്യാസ്തമയമുള്ള സമയം ആകുമ്പോഴേക്കും കുറേ ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ടാവും കേട്ടോ. നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചും കൂടി ആളുകൾ ഇതേ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാരാരി ബീച്ചിൻ്റെ ഒരു കഫേയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പഴയ ഒരു നാടൻ ടച്ചില്ലേ? നിങ്ങൾ ആ ദൂരെ കാണുന്ന കുടകളുണ്ടല്ലോ, കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ചും ആളുകളായിരിക്കും കേട്ടോ. കൂടുതലും കസ്റ്റമേഴ്സ് നമ്മുടെ ഫോറിനേഴ്സ് തന്നെ ആയിരിക്കും. അവരെ ആകർഷിക്കാൻ പറ്റുന്ന വിവിധ തരത്തിലുള്ള ഹട്ടുകൾ നമ്മളിവിടെ ഉണ്ട്. നമ്മളും ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കാൻ ഇറങ്ങിയതാണ്. അച്ഛൻ ഈ വൈകുന്നേരം സമയത്ത് ഒരു 2-3 കിലോമീറ്റർ നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ അച്ഛന് കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചു. കടൽമണ്ണിൽ എങ്ങനെയാണ് ഈ ഒരു ചേമ്പില വളർന്നതെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ മരങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പറ്റിക്കൂടി പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് നല്ലൊരു തണുപ്പും കൂടിയാണ്. അങ്ങനെ കുശലം പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സൂര്യൻ്റെ അസ്തമിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. സൂര്യൻ്റെ വെട്ടം കടലിൽ പതിയുന്ന സമയത്ത് തിളങ്ങുന്ന ആ ഒരു ഭംഗി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എവിടുന്നോ വന്നിട്ടൊരു വണ്ടി, ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഇത് കൂടി ഓടിക്കുന്നത് കാണുന്നത്. മണൽപ്പരപ്പിലൊക്കെ വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ബീച്ച് സൈഡിൽ ഇതുപോലെ വണ്ടി ഓടിക്കുന്നത് ആദ്യമായിട്ടാണ്. എന്നെ ലക്ഷ്യമാക്കി വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ പൈൻ മരത്തിനുള്ളിൽ കൂടി നോക്കുന്ന സമയത്ത് ഈ സൂര്യനെ കാണാൻ വേറൊരു ഭംഗിയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പതിയാണ് കേട്ടോ നടന്നു വരാറുള്ളത്. അച്ഛൻ എന്നെ അവിടെ നോക്കി വെയിറ്റ് ആക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കണ്ടിട്ടുള്ള കാഴ്ച ഈ ഒരു കാണുന്നതാണ് കേട്ടോ. മണ്ണിലൂടെ സാഹസ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന സായിപ്പ്. ചിലപ്പോൾ അവർ വല്ല പ്രാക്ടീസും ചെയ്യുന്നതായിരിക്കാം. നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റ നോട്ടത്തിൽ ഇത് വെള്ളമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇത് വെള്ളമല്ല കേട്ടോ. ഇത് വെറുതെ ഒരു മോഡലാക്കി വെച്ചതാണ്. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഓരോ വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ കാഴ്ചകൾ കാണിച്ചു തരുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും ഒന്ന് പറ്റുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ സഹായിക്കണം കേട്ടോ. അങ്ങനെ ഞാനും അച്ഛനും കൂടെ വീഡിയോ പിടിച്ചും വർത്തമാനം പറഞ്ഞ് നടന്നടങ്ങി തുടങ്ങിയിട്ട് ഞങ്ങൾ ഏതൊക്കെയോ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. അച്ഛൻ കുറേ നേരം നടക്കും കേട്ടോ. എനിക്ക് ഇപ്പം തന്നെ നടന്നപ്പോൾ കാല് കഴിച്ച് കയറുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ വൈകുന്നേരം സമയത്ത് ഫുട്ബോൾ കളിക്കാൻ ഇവിടെ വരാറുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കുന്നതും കാണാൻ പറ്റും. പണ്ട് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്നായിരുന്നു കുപ്പിയൊക്കെ പെറുക്കിക്കൊണ്ടിരുന്നത്.
പണ്ട് നമുക്ക് ഒരു ട്രെൻഡ് അല്ലായിരുന്നാ പിന്നെ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുപ്പി കളക്ഷൻസൊക്കെ നമ്മുടെ ഈ സ്വന്തം ബീച്ചിൽ നിന്നായിരുന്നു. കുറേ കുപ്പി കിട്ടുമായിരുന്നു. സ്ഥലം പറയുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ നേരമായി നടക്കൽ തുടങ്ങിയിട്ട്. അതുപോലെ കുഴമണ്ണിലൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോറിനേഴ്സിന് ഇരിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് അവിടെ കയറി ഇരിക്കാനൊന്നും പറ്റുന്നില്ല. അവരുടെ ലഗേജ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുള്ളത്. 1-2 ഫോറിനേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ അനുവാദം ഇല്ലാതെ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ അധികം നിന്നില്ല. പോകുന്ന വഴിക്ക് ഒരു അടിപൊളി കക്ക കിട്ടിയിട്ടാ. അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പറന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് എടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ശേഖരിച്ച ഒരുപാട് കക്ക എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ഇതുപോലെ ഒരുപാട് ശേഖരിച്ച കക്കകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അച്ഛനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സീഗുൾ കഫേയിലാണ് കേട്ടോ. അതും ഇതേപോലെ തന്നെ പണ്ടത്തെ ആ ഒരു ടച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. വൈകുന്നേരം സമയത്താണ് കേട്ടോ ഇത് കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവുക. ലൈറ്റിങ് വരുമ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ സത്യം പറഞ്ഞാൽ മാറിയിട്ട് വേറൊരു അടിപൊളി വൈബായിട്ടുണ്ടാവും. ആലപ്പുഴയിലെ ഗോവ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ സ്വന്തം മാരിക്കുളം ബീച്ചിൻ്റെ ആയിരുന്നു. അത്രത്തോളം നല്ല ഭംഗിയുള്ള ഒരു ബീച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. കുറച്ചും കൂടി നടന്നു ചെന്നപ്പോൾ ഈ ഒരു വെള്ളങ്ങളുടെ സെക്ഷനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് വള്ളങ്ങളുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് അത്രയും വള്ളങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയും ഒരു കൂട്ടം ആൾക്കാർ നിൽക്കണം കണ്ടിട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അവർ നാളത്തേക്കുള്ള വല നെയ്തിടുകയാണ് ചെയ്യുന്നത്. എന്നാലേ പുലർച്ചെ ആകുമ്പോൾ അവർക്ക് ബീച്ചിലേക്ക് വെള്ളം ഇറക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഈ കാണുന്ന ഒരു സാധനം പണ്ട് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഇതിനെ പറയുന്നത് പൊന്ത് എന്നാണ്. ഇത് തെർമോക്കോളം ഉള്ള ഒരു വള്ളം പോലത്തെ ഒരു സാധനം തന്നെയാണ് കേട്ടോ. മീൻ പിടിക്കാനാണ് യൂസ് ആക്കാനുള്ളത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി വെള്ളക്കക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതും പെറുക്കി കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വിവിധ ടൈപ്പിലുള്ള കക്കകൾ കാണുമ്പോൾ നമുക്ക് പെറുക്കാനും തോന്നും. ഒരുപാട് കക്ക വീട്ടിലിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം നമ്മുടെ സൂര്യാസ്തമയം താഴ്ന്നു വരുന്നുണ്ട്. ഗോൾഡൻ കളറുള്ള ഒഴുക്കുള്ള ഒരു സാരി വിരിച്ചിട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇറങ്ങാതെ കിടക്കുന്ന പട്ടിക്കുട്ടികളും കുശലം പറയുന്ന സായിപ്പിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നടന്നു നീങ്ങുന്ന ഒരു സായിപ്പ് മദാമയും കൂടി നോക്കിക്കോളൂ കേട്ടോ. ബീച്ച് ഇത്രത്തോളം ആസ്വദിക്കുന്ന ഒരാളെ ഞാൻ ഇതായിട്ട് ലൈഫിൽ തന്നെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ബീച്ചിൽ ആ വെള്ളം കാലിൽ ഇടയ്ക്ക് വന്ന് വീഴുന്ന സമയത്ത് ഒരു കാലിലെ തണുപ്പും അതേപോലെ ആ ഒരു കളറും ഗോൾഡനും എല്ലാം കൂടി ഒരു അടിപൊളി വ്യൂ തന്നെ ആയിരുന്നു കേട്ടോ. ഇവരെന്താണ് ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയുള്ളൂ. കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. പിന്നെ നടന്നു നീങ്ങുന്ന സമയത്ത് ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ജീവൻ ഉണ്ടാവുന്ന അച്ഛൻ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. പക്ഷെ അച്ഛൻ ജീവൻ ഉണ്ടോ നോക്കാൻ വേണ്ടി വാലി പിടിച്ച് നോക്കിയപ്പോൾ അതിന് ജീവനില്ലായിരുന്നു കേട്ടോ. ഇതാണ് കടൽപ്പാമ്പെന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് ഇപ്പോൾ എൻ്റെ വീഡിയോ കൂടി കണ്ടോളൂ കേട്ടോ. ചത്തുപോയി. ദിവസം പോലും കളയല്ല. അവസരം കിട്ടുമ്പോഴേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ നടന്നുകൊണ്ടിരുന്ന ഒരു അപ്പാപ്പനായിരുന്നു. അവരിതേ അങ്ങറ്റം പോയിട്ട് ഇങ്ങറ്റം വന്നിട്ടുണ്ട്. നമ്മളിപ്പോഴും പകുതി ആയിട്ടുള്ളൂ കേട്ടോ. കടൽ മണ്ണിൽ ഫുട്ബോൾ കളിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. കാരണം ഈ ഒരു കുഴമണ്ണിൽ കളിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അതേപോലെ കുറച്ച് ദൂരം അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പട്ടിക്കുട്ടികൾ കിടന്ന് ഉറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്ത് ഉറപ്പമ്മലാണ് ഇവർ ഈ ഇത്രയും അടുത്ത് കിടന്ന് ഉറങ്ങണേ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. വെള്ളമാണെങ്കിൽ വരുന്ന സമയത്ത് അത്യാവശ്യം പണിയുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ കാലച്ഛന് വേദനിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സൈഡിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പ്രായമായ അച്ഛനെയും കാട്ടി കുഴച്ചിലാണ് കേട്ടോ എനിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആ സൈഡിൽ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഭാഗ്യത്തിനാണ് ഞാനും അച്ഛനും കൂടി അവിടെ ഇരുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ വണ്ടി ഇതേ റിട്ടേൺ പോകുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും മതി. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിലുണ്ടായിരിക്കണേ എപ്പോഴും. അച്ഛനോട് ആദ്യമായിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം തന്നെ പാടിത്തന്ന പാട്ടാണ് കേട്ടോ ഇത്. എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ അത്ര നല്ല സുഖമായിട്ട് തോന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അച്ഛൻ അത് പറഞ്ഞതെന്ന് വെച്ചത് എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് യൂട്യൂബിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടിട്ട് വരും കേട്ടോ. അച്ഛൻ അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്. വേറെയും പാട്ടുകൾ ചെറുതായിട്ട് അച്ഛൻ പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതും വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കേട്ട് മറക്കാനൊന്നുമില്ല. ആ സൂപ്പർ ഡിസൈൻ. ഞാൻ കക്ക പെറുക്കണ കണ്ടിട്ടാന്ന് തോന്നുന്നു. അടിപൊളി കക്ക കണ്ടപ്പോൾ അച്ഛൻ അതും പെറുക്കി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു കുട്ടികൾ രണ്ടുപേരും അവിടെ ഊഞ്ഞാലാടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ വന്നിട്ടാണോ വേറെ ആരെങ്കിലും വന്നിട്ടാണോ എന്നറിയില്ല. അതേ ആ കുട്ടികൾ അങ്ങോട്ട് ഓടി വേണ്ടി പോകുന്നുണ്ട്. എപ്പോഴായാലും അച്ഛൻ നേരെ ഫ്രണ്ടിലായിരിക്കും, വീഡിയോ എടുത്ത് ഞാൻ സ്ലോയിൽ പുറകെ തന്നെ ആയിരിക്കും കേട്ടോ. കടലിൽ ആ ഗോൾഡൻ കളർ മാറിയതേ ഇപ്പം മണലിലായിട്ടുണ്ട്. ഞാനാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊട്ട് പോലെ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ കേട്ടോ. സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടുണ്ട്. കുറേ നേരം ഞാൻ അവിടെ നിന്നിട്ടാന്ന് തോന്നുന്നു. വെള്ളമാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. ദൂരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആകർഷണം പോലെ ഞാൻ അങ്ങോട്ട് നീങ്ങി ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛനാണെങ്കിൽ എന്നോട് അങ്ങോട്ട് നീങ്ങി ചെല്ലണ്ട, അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എൻ്റെ ബാക്കിലേക്ക് വലിപ്പിച്ച് പുറകിൽ നിൽക്കുകയാണ്. പണ്ട് ഞാൻ സെൻറ്റൻസിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി ഇതുപോലെ ഒഴുക്കപ്പെട്ടിട്ട് അങ്ങനെ മരിച്ചതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കടൽ കാണുമ്പോൾ എനിക്കത് ഓർമ്മ വരും. പിന്നെ വെള്ളമാണെങ്കിൽ എനിക്ക് ചെറിയ രീതിയിൽ പേടിയുള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ. പണ്ട് ഞാൻ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുങ്ങിപ്പോയിട്ടുണ്ട്. അന്നത്തെ ആ ഒരു പേടി എനിക്ക് ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അത് കാരണം ഞാൻ ഒരുപാട് ആഴങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാറുമില്ല കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ലാസ്റ്റ് ആ ഒരു തിരമാല എൻ്റെ കാലിൽ വന്നിട്ട് അടിച്ചതാണ് നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം കടലിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും അപകടം പിടിച്ചതാണ് ഇത്. നമ്മൾ തിരമാല വരുന്ന സമയത്ത് കാലെടുത്ത് കഴിഞ്ഞ് നമ്മളെ മരിച്ചുകൊണ്ട് പോകും. അങ്ങനെ വെള്ളം നനഞ്ഞ കാരണം അച്ഛനാണ് കേട്ടോ ഷൂ പിടിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ നേരം നടന്നിട്ടാന്ന് തോന്നുന്നു കാലം നന്നായിട്ട് കഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുഴമണിലൂടെ നടക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഈ സൈഡ് നീങ്ങിയിട്ടാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. കിടന്നുറങ്ങുന്ന ഒരു നാടൻ പട്ടീൻ്റെ ഫോട്ടോസിൽ എന്താണ് ഇത്ര ക്യൂരിയോസിറ്റി ചോദിച്ചാൽ എനിക്കത് മനസ്സിലായില്ല കേട്ടോ. ഏതായാലും പുള്ളിക്കാരി വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ വല നെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടന്ന് അച്ഛനറിയാവുന്ന ഒരാളുടെ അടുത്തെത്തിയിട്ടുണ്ട്. ബോട്ടിൽ ഞാൻ കാണിച്ചു കൊടുക്കാനേ ഏതൊരു കുട്ടിയുടെ കലാവിരുദ്ധമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഉണ്ട കൂട്ടിയിട്ട് അതിനകത്ത് ഇങ്ങനെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു കരിമ്പിനെ കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൻ്റെ സൈഡിലാണെങ്കിൽ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ കരിമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒഴിവാക്കിയിട്ടിട്ട് പോയിട്ട് 2 കരിമ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അതും പെറുക്കി വരുന്ന സമയത്ത് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചേട്ടാ ബൈ, സീ യു, ബൈ.